പോഷൻ പക്വാടയുടെ ഭാഗമായി അംഗൻവാടി തലങ്ങളിൽ നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ആദ്യത്തെ 1000 ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരിധിയിലുള്ള ഗുണഭോക്താക്കളെ മുഴുവനും പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് കൂടെ ഉറപ്പാക്കണം. പോഷൻ ട്രാക്കറിൽ CMAM മൊഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് പോഷകാഹാരക്കുറവ് നികത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ പങ്കാളികളാവുക. CMAM മൊഡ്യൂൾ എന്താണ് എന്നുള്ളത് കൃത്യമായി അടുത്ത സെഷനിൽ വിവരിച്ചു തരുന്നതാണ്. അങ്കണവാടി തലങ്ങളിൽ പോഷൻ പക്വാടയുടെ ഭാഗമായി ഉദ്ഘാടനം സംഘടിപ്പിക്കാം. പോഷൻ പക്വാടയുടെ ഭാഗമായി കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം 100% ഉറപ്പുവരുത്തുകയും അത് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. വളർച്ചാ നിരീക്ഷണത്തിലെ റിപ്പോർട്ടുകൾ ALMSC കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. പോഷണ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കാം. വളർച്ചാ നിരീക്ഷണത്തിന് ശേഷം ലോ ബർത്ത് വെയ്റ്റ് കുട്ടികളെ കണ്ടെത്തി ആയത് സൂപ്പർവൈസർ വഴി പോഷൻ ട്രാക്കറിനകത്തേക്കും രേഖപ്പെടുത്തുക. സൂപ്പർവൈസർ വഴി കണ്ടെത്തുന്ന SAM, MAM, SUW, MUW കുട്ടികൾക്ക് തെറാപ്യൂട്ടിക് ഫുഡ് നൽകുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്താം. പഞ്ചായത്തിന് കീഴിൽ വരുന്ന അങ്കണവാടികളിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ, അനീമിയ ക്യാമ്പുകൾ തുടങ്ങിയവയിൽ പ്രധാന ഭാഗമാവുക. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി ഡീവോമിംഗ് ടാബ്ലറ്റ് വിതരണം ചെയ്യുന്ന യത്നത്തിൽ പങ്കാളികളാകണം. കുടിവെള്ള സ്രോതസ് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ പൂർണ്ണ സാന്നിധ്യവും പിന്തുണയും കൊടുക്കുക. അംഗനവാടി തലങ്ങളിൽ AG കുട്ടികളെ അല്ലെങ്കിൽ AG ക്ലബിലുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂട്രീഷൻ കുക്കിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുക. SC/ST ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, MRS സ്കൂളുകൾ, സർക്കാർ ഇതര സർക്കാർ പ്രൈവറ്റ് സ്കൂളുകൾ, ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകൾ, NGO ഹോമുകൾ, സർക്കാരിന്റെ കീഴിലുള്ള ഹോമുകൾ, ട്യൂഷൻ സെന്റർ എന്നിവിടങ്ങളിൽ ആയുഷ് വകുപ്പും അലോപ്പതി വിഭാഗവും സംയോജിപ്പിച്ച് ആരോഗ്യ ന്യൂട്രീഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അതിൽ പ്രധാന ഭാഗമായി ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുക.